Take your textbook, all of you. Page number 171. First one, write true or false. True or false. The Indian Ocean lies to the south of India. Indian Ocean എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൗത്ത് ഭാഗത്താണ്. ട്രൂ ആണോ ഫാൾസ് ആണോ? Indian Ocean is the south of India. ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ അല്ലേ? ട്രൂ. Please write true. Then second one, the Himalayas are the highest mountain in the world. Himalayas are highest mountain in the world. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടെയിൻ ആണ് ഹിമാലയാസ്. ട്രൂ. ട്രൂ. യെസ്, ട്രൂ. Okay, then third one, plateau is surrounded by water on three sides. നമ്മൾ പഠിച്ചു എന്താണ് വാട്ടർ ഓൺ ത്രീ സൈഡ്സ്. ഏതാത്? പെനിൻസുല അല്ലേ? അപ്പൊ പ്ലാറ്റ്യൂ ഈസ് സറൗണ്ടഡ് ബൈ വാട്ടർ ഓൺ ത്രീ സൈഡ്സ്. ശരിയാണോ? പ്ലാറ്റ്യൂന്റെ മൂന്ന് ഭാഗത്തും പിന്നെ വെള്ളമാണോ? നോ, അത് പെനിൻസുല ആണല്ലേ? പെനിൻസുല അല്ലേ? യെസ്. എന്നപ്പോ ഫാൾസ് എഴുത്. ഫാൾസ്. Then fourth one, the Andaman and Nicobar Islands are in the Bay of Bengal. Andaman and Nicobar Islands are in the Bay of Bengal. Bay of Bengal ഉള്ളിലാണ്, Bay of Bengalിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുള്ളത്. ആണോ? ആണോ? ആൻഡമാൻ നിക്കോബാർ ദ്വീപ് എവിടെയാ? ഈസ്റ്റേൺ സൈഡ് ഓഫ് ബേ ഓഫ് ബംഗാൾ ആണ്. ബേ ഓഫ് ബംഗാളിന്റെ ഈസ്റ്റ് സൈഡിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപ് അല്ലേ? അല്ലേ? ഇൻ ദ ബേ ഓഫ് ബംഗാൾ ആണോ? അല്ല. അപ്പൊ അത് ഫാൾസ്. 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 Then fifth one, in the mountains the summers are very cold. അതായത് മൗണ്ടെയിൻസിലെ സമ്മർ സീസണിൽ വളരെയധികം തണുപ്പാണെന്ന്. ട്രൂ ആണോ ഫാൾസ് ആണോ? ആര് പറയും? യെസ്, ജെവിൻ പറഞ്ഞോ. പറഞ്ഞോ മോനെ. മൗണ്ടെയിൻസില് അൺമ്യൂട്ട് ചെയ്തേ. ടീച്ചർ, ഞാൻ കൈ നോക്കിയത് ഇന്നല്ല, ഞാൻ ഇപ്പഴാ കേറിയത്. നെറ്റ്വർക്ക് കിട്ടുന്നില്ലേ? ആൻസർ പറഞ്ഞുതരാം. ആരാ ആൻസർ പറയാ? അതിന്റെ ആൻസർ ആര് പറയും? ഫിഫ്ത് വണ്ണിന്റെ ആൻസർ. ഇൻ ദ മൗണ്ടെയിൻസ് ദ സമ്മേഴ്സ് ആർ വെരി കോൾഡ്. ട്രൂ ആണോ ഫാൾസ് ആണോ? ആരാ പറയാ? യെസ്, ബെനിറ്റ. ട്രൂ. ട്രൂ. മൗണ്ടെയിൻസിലെ സമ്മർ സീസണിൽ വളരെ തണുപ്പാണ്. ട്രൂ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നെക്സ്റ്റ് വൺ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതിന് മുമ്പ് മിസ് നമ്മുടെ ജെവിന് മുഴുവൻ ആൻസർ കിട്ടിയില്ല എന്നോ, ലേറ്റ് ആയി വന്ന കുട്ടികൾക്ക് മുഴുവൻ ആൻസർ കിട്ടിയില്ല. മിസ് ഒന്നും കൂടെ പറയാം. ട്രൂ ഓർ ഫാൾസിൽ ഫസ്റ്റ് വൺ ട്രൂ, സെക്കൻഡ് വൺ ട്രൂ, തേർഡ് വൺ ഫാൾസ്, ഫോർത്ത് വൺ ഫാൾസ്, ഫിഫ്ത് വൺ ട്രൂ. Okay, then fill in the blanks. India is the dash largest country in the world. ലോകത്തിലെ എത്രാമത്തെ കൺട്രിയാണ് ഇന്ത്യ? India is the dash largest country in the world. Yes, ജൊഹാന. പറഞ്ഞ മോളെ. Yes, 5 ആണോ? അല്ല, തെറ്റിപ്പോയി. 5 അല്ല. എത്രാമത്തെയാ? ഇന്ത്യ. അലൻ മാത്യു കൈ പോക്കുന്നുണ്ട്, നമുക്ക് നോക്കാം. അലനെ പറഞ്ഞ മോനെ. സെവൻത് ലാർജസ്റ്റ് കൺട്രി ആണ് കേട്ടോ ജൊഹാന. ഇന്ത്യ ഇസ് ദ സെവൻത് ലാർജസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്.
Then second one നോക്ക്. Dash is the highest peak in the world. Dash is the highest peak in the world. ലോകത്തിലെ ഏറ്റവും highest ആയ peak ഏതാണ്? Which is the highest peak in the world? Mount Everest. ഏതാ? Mount Everest. എഴുതിയേ. MOUNT. Mount Everest. EVEREST. മൗണ്ടിന്റെ എമ്മും എവറസ്റ്റിന്റെ ഇയും ക്യാപിറ്റൽ ആയിരിക്കണം കേട്ടോ. മൗണ്ട് എവറസ്റ്റ്. Then third one, dash and dash ranges are in central India. Dash and dash ranges are in central India. ഏതൊക്കെയാ സെൻട്രൽ ഇന്ത്യയിലുള്ള രണ്ട് റേഞ്ചസ് ഏതാ? ആര് പറയും? Which are the two ranges in central India? മിസ്സിന് അറിയില്ല, ആരാ പറയാ? ആര് പറയും? ആര് പറയും? പറ. Two ranges in central India. സെൻട്രൽ ഇന്ത്യയിലുള്ള രണ്ട് റേഞ്ചസിന്റെ പേര് പറഞ്ഞേ. ആര് പറയും? ഏഞ്ചൽ പറയോ? ആരാ പറയാ? ആര് പറയും? റിലു പറഞ്ഞോ? റിലു റെഡിയാണ് കേട്ടോ ആൻസർ പറയാൻ. നോക്കട്ടെ റിലുവിന്റെ ആൻസർ കറക്റ്റ് ആണോന്ന്. ഏതൊക്കെയാ? പറ. റിലു പറഞ്ഞേ. റിലു ആബിദ് അൺമ്യൂട്ട് ചെയ്ത മോളെ. റിലു, യെസ് പ്ലീസ് അൺമ്യൂട്ട് യുവർ ഫോൺ. കേൾക്കുന്നില്ല റിലു, മിസ്സിന് കേൾക്കാൻ കഴിയുന്നില്ല. എല്ലാത്തിന്റെ ആൻസർ മിസ് പറഞ്ഞത് എങ്ങനെയാ ശരിയാവുക? ആരാ പറയാ? പറ. കേൾക്കുന്നില്ല. ഏതാ? സത്പുര റേഞ്ചസ് ആൻഡ് നീലഗിരി ആണോ? നീലഗിരി എവിടെയാ? നീലഗിരി സൗത്ത് ഇന്ത്യയിലാണ്. നീലഗിരി സൗത്ത് ഇന്ത്യയിലാണ് മോളെ. വിന്ധ്യ ആൻഡ് സത്പുര. വിന്ധ്യ ആൻഡ് സത്പുര ആർ ദ two ranges in central India. Please write down. Vindhya and Satpura. Vindhya. Miss എഴുതി തരണോ? Vindhya. VINDHYA. Please write like this. Vindhya. V capital. Vindhya and Satpura ranges. Vindhya and Satpura. S capital. SATPURA. Satpura ranges. Vindhya and Satpura ranges are located in central India. Then next one നോക്ക്. The eastern and western coast meet at dash. The eastern and western coast meet at dash. എവിടെയാ? ഈസ്റ്റേൺ. ആരാ കുത്തി വരച്ചിടുന്ന ആള്? ആരാത്? Eastern and western coast meet at
ഡാഷ് എവിടെയാ? കന്യാകുമാരി അല്ലേ? കന്യാകുമാരി. കെ ക്യാപിറ്റൽ KANYAKUMARI കന്യാകുമാരി. Eastern and western coast meet at Kanyakumari. Then fifth one, the Indian desert also called the dash. Indian desert ന്റെ മറ്റൊരു പേരെന്താ? Thar desert. Write down THAR. Thar desert. Indian desert is also known as Thar desert. അലൻ മാത്യു എഴുതി കഴിഞ്ഞോ? Very good. Indian desert is also known as Thar desert. Next one നോക്ക്. Next one. Next one. Give one word answers. താഴെ കൊടുത്തിരിക്കുന്നതിന് one words കൊടുക്കുക. നോക്ക്. Land surrounded by water bodies on 3 sides. 3 സൈഡിലും വാട്ടർ ബോഡീസ് ഉള്ളതിനെ നമ്മൾ എന്താ പറയാ? 3 സൈഡ്സിലും വാട്ടർ ബോഡീസ് ഉള്ളതിനെ നമ്മൾ എന്ത് പറയും? പെനിൻസുല. എന്താ പറയാ? പെനിൻസുല. റൈറ്റ് ഡൗൺ PENINSULA. 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 The southern part of India surrounded by large water bodies on 3 sides. This type of land is known as peninsula. Okay. Then next one, flat and level land. ഫ്ലാറ്റും ലെവലും ആയ ലാൻഡിനെ നമ്മൾ എന്താ പറയാ? ഫ്ലാറ്റ് ആൻഡ് ലെവൽ ലാൻഡ്. പ്ലെയിൻസ്. എന്ത് പറയും? പ്ലെയിൻസ്. PLAINS. പ്ലെയിൻസ്. പ്ലെയിൻസ്. PLAINS. പ്ലെയിൻസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ, ഫ്ലാറ്റ് ആൻഡ് ഹയർ ദാൻ ദ സറൗണ്ടിങ് പ്ലെയിൻസ്. ഫ്ലാറ്റ് ആണ്, പക്ഷെ പ്ലെയിൻസിനെക്കാട്ടിലും ഹയർ ആയതിന് നമ്മൾ എന്താ പറയാ? പ്ലാറ്റ്യൂസ്. എന്ത് പറയും? പ്ലാറ്റ്യൂസ്. PLATEAUS. പ്ലാറ്റ്യൂസ്. പ്ലാറ്റ്യൂസ്. PLATEAU. പ്ലാറ്റ്യൂ. Then next one നോക്ക്. Next one, large area of dry and land covered with sand. ഉണങ്ങി വെള്ളമില്ലാതെ മണൽത്തരികൾ മാത്രമുള്ള ലാൻഡിനെ നമ്മൾ എന്ത് പറയും? അവിടുത്തെ ആനിമൽ ആണ് ക്യാമൽ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്നറിയപ്പെടുന്ന ആനിമൽ ആണ് ക്യാമൽ എന്നൊക്കെ പഠിച്ചതാ. ഏതാ അത്? The area of dry land covered with sand. Desert. 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 Then next one നോക്ക്. The land surrounded by water on all sides. എല്ലാ സൈഡ്സിലും വാട്ടർ ഉള്ളത് നമ്മൾ എന്താ പറയാ? Islands. എന്ത് പറയും? Islands. 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 അല്ലേ? ചെയ്തോ? ചെയ്തില്ലേ അലൻ? എല്ലാവരും ചെയ്ത? അലൻ പി സാംസൺ ചെയ്ത മോനെ? മിസ് മായിക്കാണ് കേട്ടോ. അടുത്തത് നെക്സ്റ്റ് വൺ, ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. താഴെ കൊടുക്കുന്നതിന് ആൻസർ ചെയ്യാം. ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ മെയിൻ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? വാട്ട് ആർ ദ മെയിൻ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? എന്തായിരുന്നു ബെനീറ്റ? യെസ് ബെനീറ്റ, അൺമ്യൂട്ട് ആൻഡ് ആസ്ക്. എന്താ മോളെ?
ഇതെല്ലാം കൂടി ഒന്ന് ഗ്രൂപ്പിൽ ഇട്ട് തരുവോ? എന്തേ മോൾ എഴുതിയില്ലേ? ഇല്ല. എന്ത് പറ്റി? വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി? അത് കട്ടായി പോയി. Okay, miss ഇട്ടുതരാട്ടോ. After this class I will send it. Okay, no problem. Then answer these questions. First one, what are the main physical divisions of India? Physical divisions of India. ഏതൊക്കെയാ physical divisions? നമ്മൾ കുറേ പറഞ്ഞു. ഏതൊക്കെയാ physical divisions? ഏതൊക്കെ പറഞ്ഞു? ഏതൊക്കെയാ അലനെ? അലൻ കൈ പൊക്കുന്നുണ്ട്. നോക്കട്ടെ മിസ് ആൻസർ അറിയോന്ന്. പറഞ്ഞ മോനെ. മിസ് ഞാൻ അതിനല്ല കൈമുക്കിയത്. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ നോട്ടിലേക്ക് എഴുതണം. നോട്ടിലേക്ക് എഴുതണം. മിസ് ഇപ്പൊ ഇവിടെ വൈറ്റ് ബോർഡിൽ ചെയ്തു തരും. അപ്പൊ മക്കൾ അതുപോലെ നോട്ടിൽ എഴുതണം. ചെയ്യില്ലേ? ഓക്കെ. എഴുതാ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ. എഴുതിക്കോ. വാട്ട് ആർ ദ മെയിൻ physical divisions of India? Answer. The main physical divisions of India are. The main physical divisions of India are. അതാരാ മ്യൂട്ട് ചെയ്യാത്ത ആള്? ആരോ ഒരാൾ മ്യൂട്ട് ചെയ്തിട്ടില്ലല്ലോ. ഒന്നാമത്തത് ഏതൊക്കെയാ മെയിൻ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? ഏതൊക്കെയാ സിദ്ധാന്തേ? സിദ്ധാന്ത്, which are the main divisions of India? പറഞ്ഞേ ഏതൊക്കെയാന്ന്. ഏതൊക്കെയാ മോനെ? നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം? സിദ്ധാന്ത്, സിദ്ധാന്തേ ഏതൊക്കെയാ മോനെ മെയിൻ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? അറിയില്ല. അയ്യോ അറിയില്ല. മിസ് പറഞ്ഞുതരാം. പ്ലെയിൻസ് എഴുതിക്കോ. പ്ലെയിൻസ്. പിന്നെയോ പ്ലാറ്റ്യൂസ്. ഐലൻഡ്. ഓക്കെ. plains, comma, plateaus, പിന്നെ desert, 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 and islands, ISLANDS. The main physical divisions of India are plains, plateaus, desert, and islands. Okay, Cheda. Then second one, name the rivers which originate from the Himalayas. Previous class we studied about the rivers. Which are the rivers flowing from Himalayas, originate from Himalayas. Himalayas il ninnu ozhuguna kore nadigalude peru padichu alle kazhinja divasam. Which are they? Which are the rivers originate from Himalayas? Which are the rivers originate from Himalayas? Ediko Ganga, Ganga, G capital, Ganga, comma, Yamuna, Y capital, Yamuna,
again comma, Satluj, S capital, ഇതാരാ അൺമ്യൂട്ട് ചെയ്യാത്ത ആൾ? ഇവിടുന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അത് ആരായിരുന്നു? അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. മ്യൂട്ട് ചെയ്യാത്ത ആളാരാ? ഗംഗ, യമുന, സത്ലജ് and Brahmaputra, BRAHMAPUTRA. Ganga, Yamuna, Satluj and Brahmaputra are the rivers. Brahmaputra are the rivers originate from Himalaya. Originate from Himalayas. Himalayas, H capital. Ganga, Yamuna, Satluj and Brahmaputra are the rivers originate from Himalayas. Okay. Then next question, what is the difference between plateau and a plain? Previous class we studied about plateaus and plains. What is plateaus? What is plains? Huh? Okay. Write down plateaus and plains. Third question. Plateau, PLATEAU. Plateaus are flat and uneven surface. Are flat and uneven, UNEVEN, uneven. Plateaus are flat and uneven surface, SURFACE, uneven surface. Though it is higher than the plains. Though it is higher than the plains. Higher than the plains. Then, however, the plains are, flat and level land. Flat and level land. LEVEL, level land. നമ്മുടെ പ്ലാറ്റ് ഫ്ലാറ്റ് ആണെങ്കിലും പ്ലെയിൻസിനെക്കാട്ടിലും കുറച്ചും കൂടെ ഉയരം കൂടിയിട്ടാണ് അല്ലെ. പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആൻഡ് ലെവൽ, നിരന്ന് കിടക്കുന്ന പ്രദേശമാണ് കേട്ടോ.
Plateaus are flat and uneven surface, though it is higher than the plains. However, the plains are flat and level land. Okay. Then, fourth question. Why is the camel called the ship of the desert? Then we studied about camel. Camel is useful animals in desert. It is known as ship of desert. കാരണം എന്താ? Because this desert peoples always depending camels, അല്ലേ? For carrying goods and traveling from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ സാധനങ്ങൾ കൊണ്ടുപോകാനോ ഏതിനെ ഉപയോഗിക്കുക അവര്? ഡെസേർട്ട് പീപ്പിള് ക്യാമൽസിനാണല്ലേ. അതുകൊണ്ടാണ് ക്യാമൽസിനെ എന്ത് പറയുന്നത്? ഷിപ്പ് ഓഫ് ഡെസേർട്ട് എന്ന് പറയുന്നത്. ക്യാമൽ ഈസ് നോൺ ആസ് ഷിപ്പ് ഓഫ് ഡെസേർട്ട് ബിക്കോസ് desert people depending this camel for carrying goods and traveling from one place to another. Okay. Yes, please write down. Answer. Camel is important means of most important means of transport. Camel is most important means of transport in desert. It takes people and goods. എന്താ goods എന്ന് പറഞ്ഞാല്? സാധനങ്ങള്. People and goods across the desert. Goods across, ACROSS, across the desert. Camel is the most important means of transport in the desert. It takes people and goods across the desert. Okay. Then, fifth question, last and final question. What do you know about the climate of India? ഇന്ത്യയിലെ climate എങ്ങനെയാണ്? What do you know about the climate of India? May I rub this answer? May I rub? Okay. Then fifth one. What do you know about the climate of India? First, എഴുതിക്കോ. It is called in the mountains. It is called in the mountains. It is called in the mountains almost throughout the year. Almost, ALMOST. Almost throughout the year. THROUGH. Throughout the year. OUT. It is called in the mountains almost throughout the year. Pinya, in the northern plains, the summers are very hot while the winters are very cold. Northern plains എങ്ങനെയാ? Write down. In the northern plains, the summers are
The summers are very hot. Summers are very hot. H-O-T. While the winters are very cold. Summer season നല്ല ചൂടും വിന്റർ സീസണിൽ നല്ല തണുപ്പും അല്ലേ? വിന്റേഴ്സ് ആർ വെരി കോൾഡ്. എവിടെയാണത്? പ്ലെയിൻസില്. In the northern plains the summers are very hot, the winters are very cold. Northern plains സമ്മർ സീസണിൽ നല്ല ചൂടും വിന്റർ സീസണിൽ നല്ല തണുപ്പുമായിരിക്കും. ഇനി അത് കോസ്റ്റൽ ഏരിയയിലായാലോ? തീരപ്രദേശങ്ങളിൽ എങ്ങനെയാ? മൈൽഡ് ക്ലൈമറ്റ് ആണല്ലേ? മൈൽഡ് ക്ലൈമറ്റ്, അതായത് നെയ്തർ ഹോട്ട് നോർ വെരി കോൾഡ്. മൈൽഡ് ആണ്, അതായത് ചൂടുണ്ട് തണുപ്പുണ്ട്. റൈറ്റ് ഡൗൺ. In the coastal areas, in the coastal, C-O-A-S-T-A-L, C-O-S-T അല്ല, C-O-A-S-T-L ആണ് ട്ടോ. The coastal areas, comma, the climate is mild. The climate is mild. മൈൽഡ് ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നെയ്തർ ഹോട്ട് നോർ കോൾഡ്. Okay, climate is mild. ചെയ്തോ? It is cold in the mountains almost throughout the year. In the northern plains, the summers are very hot while the winters are very cold. In the coastal areas, the climate is mild. Mild means neither hot nor cold. Okay, finish. എഴുതി കഴിഞ്ഞോ മക്കളെ? കഴിഞ്ഞോ? എന്തായിരുന്നു ജെവിനെ? മോനെ പറഞ്ഞോ ജെവിൻ. എന്താടാ? ആൻസർ മുഴുവനായിട്ട് കിട്ടിയില്ല. എവിടം വരെ മോനെ കിട്ടിയത്? പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ഡെസേർട്ട്. ഏതിന്റെ ആയിരുന്നു? ഫസ്റ്റ് വണ്ണിന്റെ. ഫസ്റ്റ് വൺ. വാട്ട് ആർ ദ മെയിൻ ഫിസിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ? ഏതൊക്കെയാ? പ്ലെയിൻസ്, പ്ലാറ്റ്യൂസ്, ഡെസേർട്ട് ആൻഡ് അയലൻഡ്സ്. ആൻഡ് അയലൻഡ്സ്. AND and islands. ISLANDS. Yes, സന പറഞ്ഞ മോളെ. സന മൻസൂർ. രണ്ടാമത്തത് കിട്ടിയിട്ടില്ല. രണ്ടാമത്തത് കിട്ടിയിട്ടില്ല. ഏതാണ് രണ്ടാമത്തെ? റിവേഴ്സിന്റെ പേരല്ലേ? ഏതൊക്കെ റിവർ ആണ്? ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര. ഗംഗ, യമുന, സത്ലജ് ആൻഡ് ബ്രഹ്മപുത്ര are the rivers originate in Himalayas. Okay, മക്കളെ ടൈം കഴിയാനായിട്ടോ. ഇപ്പൊ നമ്മുടെ ക്ലാസ് കട്ടായി പോവും. അതിനു മുമ്പ് മിസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യട്ടെ. അപ്പൊ എന്താ ബെനീറ്റ പറഞ്ഞ മോളെ? ബെനീറ്റ. യെസ് മിസ്. യെസ് പറഞ്ഞോ. ഇപ്പൊ കട്ട് ചെയ്യും മോളെ, പറ. ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം ഒന്ന് ഗ്രൂപ്പിൽ ഇടുവോ? ഇത് ലിങ്ക് കണ്ടാ മതി. നമ്മുടെ ലിങ്ക് നോക്കി ചെയ്യട്ടോ. നമ്മുടെ ലിങ്ക് അയക്കൂല. അപ്പൊ ലിങ്ക് നോക്കിയാലും മതി. മിസ് നോക്കട്ടെ, പറ്റുമെങ്കിൽ മിസ് ഇടാട്ടോ. വൈകുന്നേരം ഇടാം. ഇപ്പൊ ടൈമില്ല, ഇപ്പൊ അടുത്ത ക്ലാസ് ഉണ്ട്. ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം നോക്കാം. ഓക്കെ, അപ്പൊ കിട്ടാത്തവർക്ക് മിസ് വൈകുന്നേരം നോട്ട് സെൻഡ് ചെയ്ത് തരാം കേട്ടോ. വൈകുന്നേരം അല്ലെങ്കിൽ നാളെ രാവിലെ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സി യു, ബൈ ബൈ. ടെക്സ്റ്റ് ഇന്ന് തന്നെ, എല്ലാ ക്വസ്റ്റ്യൻ ആൻസർ ഇന്ന് തന്നെ പഠിക്കാം. നല്ല മക്കളായി